ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച ചേറ്റൂർ ശങ്കരൻ നായരുടെ കഥ കേസരി 2 എന്ന പേരിൽ ഇന്ന് വെള്ളിത്തിരയിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഏറെ സന്തോഷത്തിലാണ്. പാലക്കാട് മങ്കരയിൽ ചേറ്റൂർ ജനിച്ചു വളർന്ന വീടും റെയിൽവേ സ്റ്റേഷനും എല്ലാം ഇന്നും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെയും അവസാനത്തെയും അധ്യക്ഷനായ ഏക മലയാളി, വിദേശ മേധാവിത്വത്തെ ഏറ്റവുമധികം വിമർശിക്കുകയും ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവിയോടുകൂടി സ്വയംഭരണം വേണമെന്ന് വാദിക്കുകയും ചെയ്ത വ്യക്തി. എല്ലാത്തിലും ഉപരി 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച് ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ ഉത്തരവാദിയായ ജനറൽ മൈക്കിൾ ഡയറിനെതിരെയും ക്രൂരമായ മാർഷൽ നിയമത്തിനെതിരെയും ഇംഗ്ലണ്ടിൽ വരെ ചെന്ന് കേസ് വാദിച്ച ധീരൻ ചേറ്റൂർ ശങ്കരൻ നായർ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാളിയാണ്. മലയാളിക്കും ഭാരതീയനും ഒരുപോലെ അഭിമാനിക്കാവുന്ന വ്യക്തിത്വം. ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹത്തിന്റെ പോരാട്ടം സിനിമയാവുമ്പോൾ പാലക്കാട് മങ്കരയിലെ ചേറ്റൂരിന്റെ കുടുംബാംഗങ്ങളും ഏറെ സന്തോഷത്തിലാണ്. ചേറ്റൂരിന്റെ പോരാട്ട വീര്യം ഓർത്തെടുക്കുന്നു കൊച്ചുമോൻ ചേറ്റൂർ കൃഷ്ണൻ നായർ. ജാലിയൻ വാലാബാഗ് മസാക്കറിൽ അന്ന് ഈ കേന്ദ്രത്തിൽ ക്യാബിനറ്റിന് പകരം വൈസ്രോയ്സ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു. അതിൽ 3 ബ്രിട്ടീഷേഴ്സും ഒരു ഇന്ത്യനുമായിരുന്നു. അതിലത്തെ ഇന്ത്യൻ സർ സി ശങ്കരൻ നായരായിരുന്നു. അപ്പോൾ അവരാണ് ഈ അന്നത്തെ കിങ്ങിന് വേണ്ടിയുള്ള റൂളേഴ്സ്, ഇന്ത്യൻ റൂളേഴ്സ്. ചേറ്റൂർ ജനിച്ചു വളർന്ന വീട് ഏറെ കാലപ്പഴക്കം ചെന്നെങ്കിലും ഇന്നും മങ്കരയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഭാരതപ്പുഴയോട് ചേർന്ന് അദ്ദേഹം അന്തിയുറങ്ങുന്ന ഭൂമിയും. നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിലെല്ലാം ഇദ്ദേഹമാണ് നയിച്ചിരുന്നത്. അത് അന്ന് ഇന്നത്തെ മാതിരിയുള്ള മാസ് പോരാട്ടങ്ങളല്ലായിരുന്നു. അധികം ലീഗൽ ആയിട്ടും ഇല്ലെങ്കിൽ എന്താ പറയുന്നത് ഒഫീഷ്യൽ ലെവലിലുള്ള പോരാട്ടങ്ങളായിരുന്നു. ചേറ്റൂരിന് വേണ്ടി മാത്രമാണ് മങ്കരയിൽ പണ്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും ആ റെയിൽവേ സ്റ്റേഷനിൽ തളം കെട്ടി നിൽക്കുന്നു. അവർക്കൊക്കെ സ്പെഷ്യൽ ട്രെയിൻ ആയിരുന്നല്ലോ. ലീവിൽ വരുമ്പോഴും ശങ്കരൻ നായരിലൊക്കെ ലീവിൽ വരുന്ന സമയത്ത് അതിനു വേണ്ടിയാണ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയത്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇല്ലായിരുന്നു. ലീവിൽ വരുമ്പോൾ ഒരു ട്രെയിനിലാണ് വരിക. ആ ട്രെയിൻ ഈസ് ഫോർ ഹിം. ഇപ്പോൾ ഇന്ന് കാറിൽ പോകുന്ന പോലെ ഒരു ബോഗിയിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയും, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ബോഗികളിൽ പകുതി പോലീസ് അവിടെയും പകുതി പോലീസ് ഇവിടെയും, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും ടൈപ്പിസ്റ്റുകളും ബാക്കിയുള്ള ഓഫീസും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ആ ട്രെയിൻ കൊണ്ട് നിർത്താനുള്ള സ്ഥലമായിരുന്നത്. ചേറ്റൂരിന്റെ മറ്റു കുടുംബാംഗങ്ങൾ ഒറ്റപ്പാലത്തും പാലക്കാട് നഗരത്തിലുമെല്ലാമായി താമസിക്കുന്നുണ്ട്. അവർ എല്ലാവരും ഒരേപോലെ ആകാംക്ഷയിലും സന്തോഷത്തിലുമാണ് വെള്ളിത്തിരയിൽ ചേറ്റൂരിന്റെ കഥ കാണുവാനായി. ജനം, പാലക്കാട്.